ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് വശമോ വടക്ക് വശമോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് തെറ്റും. അവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചെന്നിരിക്കില്ല. ദിക്കുകളെ പറ്റി എല്ലാവർക്കും നല്ല ധാരണയാണ്. ഒരു മൂലകളും നഷ്ടപ്പെട്ടു പോയിക്കൂടാ എന്നൊരു ബോധം ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ പല യൂട്യൂബിലേക്ക് തന്നെ പല വാസ്തുക്കാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു ആൾ തന്നെ പല വീഡിയോകളും കാണുന്നുണ്ട്, ഒരു ധാരണയുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മൂലകളെ പറ്റി നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ വീടുകൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിക്കുകൾ കൂടി ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ആ ദിക്കുകളെ ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പോകാം. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതാണ് 4 മഹാദിക്കുകൾ. ഇനി 4 മൂലകൾ: സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഇങ്ങനെയാണ് 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും വരുന്നത്. ഇതില് ഈ 4 മൂലകൾ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യമുണ്ട് ഈ പറയപ്പെടുന്ന തെക്കിനും വടക്കിനും. അപ്പൊ ഇപ്പോഴത്തെ ഒരു വീട് വെക്കുന്ന ഒരു ഫാഷൻ, ഒരു മോഡലൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒന്നുകിൽ നോർത്ത് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൗത്ത് മിസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 2 സ്ഥലവും മിസ്സിംഗ് ആയിട്ട് വരച്ചിട്ടിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ മിസ്സിംഗ് ആകരുതെന്ന് പറയുന്ന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെങ്ഷു പ്രകാരം പഞ്ചഭൂതങ്ങളുടെ ഒരു ബാലൻസിങ് ഉണ്ട്. അതായത് 5 എലമെന്റ്സ്. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഫെങ്ഷു പ്രകാരം ഈ 5 എലമെന്റ്സ് എന്ന് പറയുന്നത് എർത്ത്, മെറ്റല്, വുഡ്, വാട്ടർ, ഫയർ. ഇതാണ് ഈ ഒരു 5 എലമെന്റ്സ്. ഇത് ഈ 9 സ്ഥലങ്ങളിലായിട്ട്, ഇപ്പൊ നമുക്കറിയാം 3, ഇത് 3, 6, ഇത് 3, ഈ 9 സ്ഥലങ്ങളിലായിട്ട് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഫെങ്ഷുയുടെ തിയറി. അപ്പോൾ അതിൽ ഈ 5 എലമെന്റ്സ് ഉണ്ടല്ലോ, അതിൽ 2 എലമെന്റ്സ്, അതായത് വാട്ടറും ഫയറും. ഇപ്പൊ നോർത്തിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടറാണ്, സൗത്തിലതോ ഫയർ. അപ്പം ഈ 2 എലമെന്റ്സ്, അതായത് ഫയർ, ഈ 9 സ്ഥലങ്ങളിൽ വേറൊരു സ്ഥലത്ത് ഫയർ ഇല്ല, സൗത്തിൽ മാത്രമേ ഫയർ ഉള്ളൂ. വാട്ടർ എന്ന് പറയുന്നത് ഈ 9 സ്ഥലങ്ങളിൽ വേറൊരു സ്ഥലത്ത് വാട്ടറും ഇല്ല, നോർത്തിൽ മാത്രമേ വാട്ടറും ഉള്ളൂ. അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ മെറ്റൽ ഉള്ളത് വെസ്റ്റിലുണ്ട്, വെസ്റ്റിൽ മെറ്റൽ ഉണ്ട്, നോർത്ത് വെസ്റ്റിലും മെറ്റലാണ്, നോർത്ത് വെസ്റ്റിലും മെറ്റൽ എനർജിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയി എന്ന് കരുതുക. എന്നാലും ഈ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ്ങിന് തെറ്റ് വരുത്തില്ല. കാര്യം എന്താണ്? ഈ നോർത്ത് വെസ്റ്റ് മിസ്സിംഗ് ആണെങ്കിലും വെസ്റ്റിൽ ഈ മെറ്റൽ എനർജി കൊണ്ട്, ആ എനർജി കൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യും ഒരു പരിധി വരെ. എന്നും പറഞ്ഞ് നിങ്ങളുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് കളയാനല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ ബാലൻസിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് ബാലൻസ്ഡ് ആയിക്കൊള്ളും. ഇനി മറ്റൊരു തിയറി, ഇവിടെ ഈസ്റ്റില് വുഡ് ഉണ്ട്, സൗത്ത് ഈസ്റ്റിലും വുഡ് എലമെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഈസ്റ്റോ സൗത്ത് ഈസ്റ്റോ നിങ്ങളുടെ വീടിന്റെ ദിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടാണ് നിങ്ങൾ വീട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ്ങിന് മിസ്റ്റേക്ക് വരില്ല. കാരണം ഈ വുഡ് എലമെന്റ് ഒന്നുകിൽ ഈസ്റ്റ് കൊണ്ട് ബാലൻസ് ആവും, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് കൊണ്ട് ബാലൻസ് ആവും. അതേസമയം ഈ പറയപ്പെടുന്ന ഫയർ എലമെന്റ് മറ്റൊരു ഡയറക്ഷൻസിൽ ഇല്ല, വാട്ടർ എലമെന്റും മറ്റൊരു ഡയറക്ഷൻസിൽ ഇല്ല. അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് വശമോ വടക്ക് വശമോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് തെറ്റും. അവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചെന്നിരിക്കില്ല. അപ്പൊ ഒരു കാരണവശാലും സൗത്തോ നോർത്തോ മിസ്സാകാൻ പാടില്ല. അത് തലമുറകളോളം നമ്മുടെ ജീവിതത്തെ ബാധിച്ചെന്നിരിക്കും. ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റ് സേവനം നിങ്ങൾ തേടുക. അവരുടെ നിർദ്ദേശപ്രകാരം അതിനെ കറക്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഫെങ്ഷിയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഫെങ്ഷിയുടെ ചില എലമെന്റുകളെ പറ്റി നമുക്ക് നോക്കാം. നമുക്ക് ക്യാഷ് ബോക്സിൽ വെക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് ഒന്ന് ഗോമതി ചക്രമാണ്. ഇത് ഗോമതി ചക്രമാണ്. ഇത് ഒരു 11 ഗോമതി ചക്രം ഒരു മഞ്ഞ പട്ട് തുണിയിൽ പൊതിഞ്ഞ് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം.
അതുപോലെ തന്നെ ഡ്രാഗൺ ടർട്ടിൽ, ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയ്സിന്റെ ബോഡിയുമുള്ള ഒരു സ്റ്റാച്യു ആണിത്. ഇത് നിങ്ങളുടെ വീടിന്റെ വടക്ക് വശത്ത് സൂക്ഷിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ഗേറ്റ് കുട്ടികളുടെ ബെഡ്റൂമിന്റെ ഡോറിന് പുറത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എർത്ത് എനർജിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് സൗത്ത് വെസ്റ്റോ നോർത്ത് ഈസ്റ്റോ മിസ്സിംഗ് ആയിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള പിരമിഡുകൾ, നാച്ചുറൽ ആയിട്ടുള്ള പിരമിഡുകൾ വാങ്ങിച്ച് പ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ വീടിന്റെ ഡയറക്ഷൻസിൽ വെക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.